നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും സാധാരണമായ ഒരു സാധനം പഞ്ചസാര. നമ്മൾ വിചാരിക്കുന്നത് അത് വെറും ഒരു മധുരമാണെന്നാണ്. എന്നാൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകത്തുണ്ടായ കോടിക്കണക്കിന് ഹൃദയാഘാതങ്ങൾക്കും പ്രമേഹ രോഗങ്ങൾക്കും ക്യാൻസറിന് പോലും പിന്നിൽ പ്രവർത്തിച്ച ഒരു നിശബ്ദ കൊലയാളിയാണ് ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിലും ഞെട്ടിക്കുന്ന സത്യം എന്തെന്നാൽ ഈ മാരക രഹസ്യം ലോകത്തിലെ വൻകിട പഞ്ചസാര കമ്പനികൾക്ക് 1960കളിൽ തന്നെ കൃത്യമായി അറിയാമായിരുന്നു. പണവും സ്വാധീനവും ഉപയോഗിച്ച് അവർ ഈ സത്യം ശാസ്ത്രലോകത്തെ കൊണ്ട് തന്നെ മൂടിവെപ്പിച്ചു. ലോകാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ കോർപ്പറേറ്റ് ചതിയുടെ ചുരുളഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. ഈ വലിയ കോൺസ്പിരസി ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ഒരു സാധാരണ ദന്ത ഡോക്ടറാണ്, ഡോക്ടർ ക്രിസ്റ്റിൻ കിയേൺസ്. വർഷം 2007 ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുത്ത അവർ പ്രമേഹവും പല്ല് കേടാകുന്നതും തടയാൻ പഞ്ചസാര കുറയ്ക്കണമെന്ന് ഔദ്യോഗിക ഹെഡ്ലൈനുകളിൽ എവിടെയും വ്യക്തമായി എഴുതാത്തത് ശ്രദ്ധിച്ചു. ഇതിൽ എന്തോ കള്ളക്കളി തോന്നി അവർ തന്റെ ഡെന്റൽ ക്ലിനിക് പൂർണ്ണമായി ഉപേക്ഷിച്ചു. തുടർന്ന് അമേരിക്കയിലെമ്പാടുമുള്ള പഴയ യൂണിവേഴ്സിറ്റികളിലും ലൈബ്രറി ആർക്കൈവുകളിലും വർഷങ്ങളോളം അവർ തിരച്ചിൽ നടത്തി. ഒടുവിൽ ഇല്ലിനോയിലെ ഒരു പഴയ ലൈബ്രറിയിൽ നിന്നും ഹാർവാർഡിന്റെ അണ്ടർഗ്രൗണ്ട് ഫയലുകളിൽ നിന്നും അവർക്ക് ചില രഹസ്യ കത്തുകൾ ലഭിച്ചു. ഷുഗർ റിസർച്ച് ഫൗണ്ടേഷൻ തങ്ങളുടെ വൈസ് പ്രസിഡന്റായ ജോൺ ഹിക്സണിലൂടെ ലോകത്തെ വിഡ്ഢികളാക്കാൻ നടത്തിയ എല്ലാ ഓപ്പറേഷനുകളുടെയും കൃത്യമായ തെളിവുകളായിരുന്നു ആ ഫയലുകൾ. കഥ തുടങ്ങുന്നത് 1950കളിലാണ്. അമേരിക്കയിൽ ഹൃദ്രോഗങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങി. ഇതോടെ ശാസ്ത്ര ലോകത്ത് വലിയൊരു തർക്കം ആരംഭിച്ചു. ഇതിന് പിന്നിൽ ആരാണ്? UK-യിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ജോൺ യുഡ്കിൻ തന്റെ വിഖ്യാതമായ പഠനങ്ങളിലൂടെ കണ്ടെത്തി പ്രതിസന്ധിക്ക് കാരണം നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്യുവർ വൈറ്റ് ആൻഡ് ഡെഡ്ലി എന്നൊരു പുസ്തകം എഴുതി. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആൻസെൽ കീസ് രംഗത്ത് വന്നു. കുറ്റം മുഴുവൻ ഭക്ഷണത്തിലെ കൊഴുപ്പിന്റെ മേലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഈ സമയത്താണ് പഞ്ചസാര കമ്പനികളുടെ സംഘടനയായ ഷുഗർ റിസർച്ച് ഫൗണ്ടേഷൻ രംഗത്തിറങ്ങുന്നത്. ജോൺ യുഡ്കിൻ ജയിച്ചാൽ തങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകുമെന്ന് അവർക്കറിയാമായിരുന്നു. അവരൊരു കുതന്ത്രം മെനഞ്ഞു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മുൻനിര പോഷകാഹാര ശാസ്ത്രജ്ഞനായ ഡോക്ടർ മാർക്ക് ഹെഗ്സ്റ്റഡ് ഉൾപ്പെടെയുള്ള ഗവേഷകർക്ക് കമ്പനി രഹസ്യമായി വൻതുക കൈക്കൂലി നൽകി. ഈ പണം വാങ്ങി ഹാർവാർഡ് ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തു? 1967 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ജേണലായ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ അവർ ഒരു വലിയ പഠനം പ്രസിദ്ധീകരിച്ചു. അതിൽ പഞ്ചസാര ഹൃദ്രോഗത്തിന് കാരണമേ അല്ല എന്ന് അവർ എഴുതി വെച്ചു. പകരം ഭക്ഷണത്തിലെ നെയ്യ്, വെണ്ണ, ഇറച്ചി എന്നിവയിലുള്ള കൊഴുപ്പ് മാത്രമാണ് ഹൃദയാഘാതത്തിന് കാരണം എന്ന് അവർ വിധി എഴുതി. പഞ്ചസാര കമ്പനികൾ കൊടുത്ത കാശിന് അനുസരിച്ചാണ് തങ്ങൾ ഈ പഠനം എഴുതിയതെന്ന കാര്യം ആ ശാസ്ത്രജ്ഞർ ലോകത്തിൽ നിന്നും മറച്ചുവെച്ചു. ഇതോടെ ജോൺ യുഡ്കിൻ എന്ന ശാസ്ത്രജ്ഞൻ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ കരിയർ തകർക്കപ്പെട്ടു. കൊഴുപ്പ് മാത്രമാണ് വില്ലൻ എന്ന് ലോകം വിശ്വസിച്ചു. പക്ഷേ പഞ്ചസാര ലോബിയുടെ ക്രൂരത അവിടെയും തീർന്നില്ല. തങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നം സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്താൻ അവർ സ്വന്തമായി ചില രഹസ്യ പഠനങ്ങൾ നടത്തിയിരുന്നു. അതിലൊന്നായിരുന്നു പ്രൊജക്ട് 259. 1968 കമ്പനികൾ UK-യിലെ ബെർമിഹാം യൂണിവേഴ്സിറ്റിയിലെ WRF പോവർ എന്ന ശാസ്ത്രജ്ഞന് ഫണ്ട് നൽകി എലികളിൽ പഞ്ചസാര എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ലാബ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പഞ്ചസാര കമ്പനികളെ ഞെട്ടിക്കുന്നതായിരുന്നു. അമിതമായി പഞ്ചസാര കഴിച്ച എലികളുടെ വയറ്റിലെ കുടൽ ബാക്ടീരിയകൾ പൂർണ്ണമായി മാറിമറിഞ്ഞു. ഇത് രക്തത്തിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന ട്രൈഗ്ലിസറൈഡ്സ് എന്ന മാരക കൊഴുപ്പ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. അതിനേക്കാൾ ഭീകരമായി പഞ്ചസാര കഴിച്ച എലികളുടെ മൂത്രസഞ്ചിയിൽ ബെറ്റാ ഗ്ലൂക്കറോണൈഡേസ് എന്ന എൻസൈം ഉൽപ്പാദിക്കപ്പെടുന്നതായി അവർ കണ്ടെത്തി. ഈ എൻസൈം മനുഷ്യരിൽ യൂറിനറി ബ്ലാഡർ ക്യാൻസറിന് കാരണമാകുന്ന ഒന്നാണ്. തങ്ങളുടെ ഉൽപ്പന്നം ക്യാൻസറിനും ഹൃദ്രോഗത്തിനും കാരണമാകുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞതോടെ ജോൺ ഹിക്സണിന്റെ നേതൃത്വത്തിൽ പഞ്ചസാര ലോബി ആ തെളിവ് ഇല്ലാതാക്കാൻ താഴെ പറയുന്ന അടിയന്തര ഘട്ടങ്ങൾ നടപ്പിലാക്കി. റിപ്പോർട്ട് തള്ളിക്കളയുക. സയന്റിസ്റ്റുകൾ തങ്ങളുടെ ഈ പ്രാഥമിക കണ്ടെത്തലുകൾ ഇന്റർനാഷണൽ ഷുഗർ റിസർച്ച് ഫൗണ്ടേഷന് സമർപ്പിച്ചു. പഠനം പൂർണ്ണമായി പൂർത്തിയാക്കാൻ വെറും 12 ആഴ്ചത്തെ അധിക ഫണ്ട് കൂടി അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ജോൺ ഹിക്സൺ ഈ പഠനത്തിന്റെ മൂല്യം 0 ആന്തരിക രേഖകളിൽ എഴുതി വെച്ചു. ഫണ്ടിംഗ് പൂർണ്ണമായി നിർത്തുക. പഠനം ക്യാൻസർ ലിങ്ക് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നതിന് തൊട്ടു മുൻപ് കമ്പനികൾ സയന്റിസ്റ്റുകൾക്കുള്ള ഫണ്ടിംഗ് ഒറ്റ ദിവസം കൊണ്ട് നിർത്തലാക്കി. പണമില്ലാതെ വന്നതോടെ ആ റിസർച്ച് പകുതി വഴിയിൽ വെച്ച് പൂട്ടിപ്പോയി. ഡാറ്റ മൂടിവെക്കുക. ഈ കഠിനമായ പഠനത്തിന്റെ ഒരൊറ്റ പേജ് പോലും ലോകത്തുള്ള ഒരു മെഡിക്കൽ ജേണലിലും പബ്ലിഷ് ചെയ്യാൻ കമ്പനികൾ അനുവദിച്ചില്ല. ഈ വിവരങ്ങൾ ജനങ്ങൾ അറിഞ്ഞില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. വ്യാജ റിപ്പോർട്ട് നിർമ്മിക്കുക. തുടർന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ
സുരക്ഷാ പരിശോധനകളിൽ പഞ്ചസാര പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് വരുത്തി തീർക്കാൻ ഈ ലോബികൾ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഷുഗർ ഇൻ ദ ഡയറ്റ് ഓഫ് മാൻ എന്ന വ്യാജ റിപ്പോർട്ട് നിർമ്മിച്ചു നൽകി ഗവൺമെന്റുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ഹാർവാർഡ് പഠനത്തോടെ ലോകം മുഴുവൻ ഫാറ്റിനെ ഭയപ്പെടാൻ തുടങ്ങി. 1980കളിൽ ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ തങ്ങളുടെ ഔദ്യോഗിക ഡയറ്റ് ചാർട്ടുകൾ മാറ്റി എഴുതി. കൊഴുപ്പ് കുറഞ്ഞ ആഹാരം കഴിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഫുഡ് കോർപ്പറേറ്റുകൾ ഇതിനെ വലിയൊരു ബിസിനസ് അവസരമാക്കി മാറ്റി. അവർ വിപണിയിലേക്ക് ലോ ഫാറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കി. പക്ഷേ അവിടെ വലിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ നിന്ന് പ്രകൃതിദത്ത കൊഴുപ്പ് പൂർണ്ണമായി നീക്കം ചെയ്തപ്പോൾ ആ ഭക്ഷണങ്ങൾക്ക് കടുത്ത ചവർപ്പും കടുപ്പവും അനുഭവപ്പെട്ടു. സാധാരണ മനുഷ്യർക്ക് അത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഈ രുചിക്കുറവ് പരിഹരിക്കാൻ കമ്പനികൾ ഒരു കുറുക്കുവഴി കണ്ടെത്തി. അവർ ആ ഭക്ഷണങ്ങളിലേക്ക് പഞ്ചസാരയും മാരകമായ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പും വൻതോതിൽ വാരി വിതറി. ഫലം എന്തായിരുന്നു? ജനങ്ങൾ ഫാറ്റ് കുറഞ്ഞ ഹെൽത്തി ഭക്ഷണങ്ങളാണെന്ന് കരുതി ടൺ കണക്കിന് പഞ്ചസാരയാണ് ഉള്ളിലാക്കിയത്. ഇതിന്റെ നേരിട്ടുള്ള അനന്തരഫലമായി 1980കൾക്ക് ശേഷം ലോകമെമ്പാടും പൊണ്ണത്തടിയും ടൈപ്പ് 2 പ്രമേഹവും ഫാറ്റി ലിവർ രോഗങ്ങളും ചരിത്രത്തിലില്ലാത്ത വിധം കുതിച്ചുയർന്നു. ഇതേ സമയത്ത് തന്നെ കുട്ടികളുടെ പല്ല് കേടാകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മറ്റൊരു പ്രതിസന്ധിയെയും ഈ കമ്പനികൾ അട്ടിമറിച്ചു. അതിനെ വിളിക്കുന്നത് നാഷണൽ കാഡീസ് പ്രോഗ്രാം എന്നാണ്. മിഠായികളിലും ചോക്ലേറ്റുകളിലുമുള്ള പഞ്ചസാരയാണ് കുട്ടികളുടെ പല്ല് ചീത്തയാക്കുന്നതെന്ന് ഡെന്റിസ്റ്റുകൾ കണ്ടെത്തിയപ്പോൾ പഞ്ചസാര ലോബി അമേരിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെന്റർ റിസർച്ചിൽ സ്വാധീനം ചെലുത്തി. പല്ല് കേടാകുന്നത് തടയാൻ കുട്ടികൾ പഞ്ചസാര കഴിക്കുന്നത് കുറയ്ക്കുകയല്ല വേണ്ടത്, പകരം അവർക്ക് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ നൽകിയാൽ മതിയെന്നും പല്ലിലെ ബാക്ടീരിയകൾക്കെതിരെ പുതിയ വാക്സിനുകൾ കണ്ടുപിടിച്ചാൽ മതിയെന്നും അവർ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ചുരുക്കത്തിൽ തങ്ങളുടെ ബിസിനസ് 1 ഇഞ്ച് പോലും കുറയാൻ അവർ സമ്മതിച്ചില്ല. ഈ വൻകിട ഫുഡ് കോർപ്പറേറ്റുകൾ നമ്മളെ കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിനായി അവർ മനുഷ്യന്റെ മസ്തിഷ്കത്തെ തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനായി അവർ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ ഫോർമുലയാണ് ദി ബ്ലിസ് പോയിന്റ്. വലിയ ലബോറട്ടറികളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ സോഫ്റ്റ് ഡ്രിങ്ക്സിനും ചേർക്കേണ്ട പഞ്ചസാരയുടെ കൃത്യമായ അളവ് ഇവർ കണ്ടെത്തുന്നത്. ഈ അളവിൽ പഞ്ചസാര നാവിൽ ഐഡന്റിറ്റി ചെയ്യുമ്പോൾ തലച്ചോറിൽ കടുത്ത തോതിൽ ഡോപ്പമിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. കൊക്കൈൻ, ഹെറോയിൻ തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ തലച്ചോറിൽ ഉണ്ടാക്കുന്ന അതേ ആസക്തിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൂടാതെ പഞ്ചസാരയിലെ ഫ്രക്ടോസ് കരളിൽ നേരിട്ടെത്തി കൊഴുപ്പായി മാറുകയും നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒടുക്കത്തെ വിശപ്പും ദാഹവും നമുക്ക് എപ്പോഴും തോന്നുന്നത്. ഈ പുകയില കമ്പനികളുടെ അതേ പ്ലേബുക്ക് അടുത്ത കാലത്തും ഫുഡ് ഭീമന്മാർ ആവർത്തിച്ചു. ഒരു ദശാബ്ദം മുമ്പ്, അതായത് 2015ൽ കൊക്കക്കോള കമ്പനി പിടിക്കപ്പെട്ട വൻ സാമ്പത്തിക ചതി ഇതിന് തെളിവാണ്. കൊക്കക്കോള കമ്പനി മുൻനിര യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക് കോടികൾ നൽകി ഗ്ലോബൽ എനർജി ബാലൻസ് നെറ്റ്വർക്ക് എന്നൊരു വ്യാജ സയൻസ് സംഘടന ഉണ്ടാക്കി. ആളുകൾക്ക് തടി ഉണ്ടാകുന്നത് ജങ്ക് ഫുഡോ കൊക്കക്കോളയോ കുടിക്കുന്നത് കൊണ്ടല്ല, പകരം അവർ ജിമ്മിൽ പോകാത്തതും ഓടാത്തതും കൊണ്ടാണെന്ന് ശാസ്ത്രീയമായി ജനങ്ങളെ വിശ്വസിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒടുവിൽ ന്യൂയോർക്ക് ടൈംസ് ഇതിനു പിന്നിലെ ഇമെയിലുകളും രേഖകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഈ സംഘടന പൂട്ടിയതും ആ സയന്റിസ്റ്റുകൾ നാണം കെട്ട് രാജിവെച്ചതും. എന്നാൽ അതിനു മുൻപ് തന്നെ അവർ ലക്ഷക്കണക്കിന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. 2016ലാണ് ഡോക്ടർ ക്രിസ്റ്റിൻ കിയൻസ് കണ്ടെത്തിയ ഈ 50 വർഷത്തെ ചതിയുടെ രേഖകൾ ജാമ ഇന്റേണൽ മെഡിസിൻ എന്ന പ്രമുഖ മെഡിക്കൽ ജേണലിലൂടെ ലോകത്തിനു മുന്നിൽ ഔദ്യോഗികമായി തുറന്നു കാട്ടിയത്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. തലമുറകളാണ് രോഗികളായി മാറിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന പല ഹെൽത്തി ഡയറ്റ് ഫുഡുകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്നേഹത്തോട് വാങ്ങി നൽകുന്ന ചോക്ലേറ്റുകളും വെറും ഒരു ഭക്ഷണമല്ല. അത് കോർപ്പറേറ്റുകൾ പണം കൊടുത്തു വാങ്ങിയ ഒരു കള്ളശാസ്ത്രത്തിന്റെ കെണിയാണ്. ഈ കെണിയിൽ വീഴണോ അതോ സ്വന്തം ആരോഗ്യം തിരിച്ചു പിടിക്കണോ എന്നത് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മധുരമുള്ള ഈ ചതിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.